94 സങ്കീർത്തനം. ദൈവം വിധികർത്താവ്. പ്രതികാരത്തിൻ്റെ ദൈവമായ കർത്താവേ, പ്രതികാരത്തിൻ്റെ ദൈവമേ, പ്രത്യക്ഷനാകണമേ. ഭൂമിയെ വിധിക്കുന്നവനെ, എഴുന്നേൽക്കണമേ. അഹങ്കാരിക്ക് അർഹമായ ശിക്ഷ നൽകണമേ. കർത്താവേ, ദുഷ്ടന്മാർ എത്ര നാൾ ഉയർന്നു നിൽക്കും? എത്ര നാൾ അഹങ്കരിക്കും? അവർ ഗർവിഷ്ഠമായ വാക്കുകൾ ചൊരിയുന്നു. ദുഷ്കർമ്മികൾ വൻപു പറയുന്നു. കർത്താവേ, അവർ അങ്ങയുടെ ജനത്തെ ഞെരിക്കുന്നു, അങ്ങയുടെ അവകാശത്തെ പീഡിപ്പിക്കുന്നു. അവർ വിധവയെയും വിദേശിയെയും വധിക്കുന്നു, അനാഥരെ കൊന്നുകളയുന്നു. കർത്താവ് കാണുന്നില്ല, യാക്കോബിൻ്റെ ദൈവം ഗ്രഹിക്കുന്നില്ല എന്ന് അവർ പറയുന്നു. പടുവിഡ്ഢികളെ, അറിഞ്ഞുകൊള്ളുവിൻ. ഭോഷരെ, നിങ്ങൾക്ക് എന്ന് വിവേകം വരും? ചെവി നൽകിയവൻ കേൾക്കുന്നില്ലെന്നോ? കണ്ണു നൽകിയവൻ കാണുന്നില്ലെന്നോ? ജനതകളെ ശിക്ഷിക്കുന്നവന് നിങ്ങളെ ശിക്ഷിക്കാൻ കഴിയുകയില്ലെന്നോ? അറിവ് പകരുന്നവന് അറിവില്ലെന്നോ? കർത്താവ് മനുഷ്യരുടെ വിചാരങ്ങൾ അറിയുന്നു, അവർ ഒരു ശ്വാസം മാത്രം. കർത്താവേ, അവിടുന്ന് ശിക്ഷിക്കുകയും നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവിടുന്ന് അവന് കഷ്ടകാലങ്ങളിൽ വിശ്രമം നൽകുന്നു, ദുഷ്ടനെ പിടികൂടാൻ കുഴി കുഴിക്കുന്നതുവരെ. കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുകയില്ല, അവിടുന്ന് തൻ്റെ അവകാശത്തെ ഉപേക്ഷിക്കുകയില്ല. വിധികൾ വീണ്ടും നീതിപൂർവകമാകും, പരമാർത്ഥ ഹൃദയമുള്ളവർ അത് മാനിക്കും. ആര് എനിക്കു വേണ്ടി ദുഷ്ടർക്കെതിരായി എഴുന്നേൽക്കും? ആര് എനിക്കു വേണ്ടി ദുഷ്കർമ്മികളോട് എതിർത്ത് നിൽക്കും? കർത്താവ് എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ പണ്ടേ മൂകതയുടെ ദേശത്ത് എത്തുമായിരുന്നു. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. നിയമം വഴി ദുരിതമുണ്ടാക്കുന്ന ദുഷ്ടരായ ഭരണകർത്താക്കൾക്ക് അങ്ങയോട് സഖ്യം ചെയ്യാൻ കഴിയുമോ? നീതിമാന്റെ ജീവനെതിരായി അവർ ഒത്തുചേരുന്നു, നിർദോഷനെ അവർ മരണത്തിന് വിധിക്കുന്നു. എന്നാൽ കർത്താവ് എൻ്റെ ശക്തി കേന്ദ്രമാണ്, എൻ്റെ ദൈവം എൻ്റെ അഭയശിലയും. അവരുടെ അകൃത്യം അവിടുന്ന് അവരിലേക്കു തന്നെ തിരിച്ചുവിടും. അവരുടെ ദുഷ്ടത മൂലം അവരെ നിർമാർജനം ചെയ്യും. നമ്മുടെ ദൈവമായ കർത്താവ് അവരെ തൂത്തെറിയും.